ഇനി നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിട്ടുകൊടുക്കലിനെ കുറിച്ചാണ്. പണ്ട് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാത്ത കുട്ടിക്ക് കൺസലേഷൻ പ്രൈസ് കിട്ടുന്നത് കണ്ടിട്ടില്ലേ? ഏതാണ്ട് അത് തന്നെയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിലും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമാധാന പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. എന്നുവെച്ച് നൊബേൽ കമ്മിറ്റി ട്രംപിന്റെ പേര് അനൗൺസ് ചെയ്ത് എന്ന് കരുതരുത്. 2025 നൊബേൽ വാങ്ങിയ വെനസ്വേലയുടെ മരിയ കുരീന മച്ചാഡോ ഇതൊക്കെ എന്തിനാണ് എനിക്ക്, ഇത് താങ്കൾക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ട്രംപിന് അങ്ങോട്ട് പാരിതോഷികമായി നൽകുകയായിരുന്നു. സംഗതി ഉഷാറായില്ലേ? ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സംഭവം. വർഷങ്ങളായി ഡൊണാൾഡ് ട്രംപ് കൊതിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ആ സുവർണ നേട്ടം ഒടുവിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. വെനസ്വേലയിൽ നിന്നുള്ള ഈ അയൺ ലേഡി എന്തിനാണ് തന്റെ അവാർഡ് ട്രംപിന് സമ്മാനിച്ചത്? ഇത് നിയമപരമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച ഈ നൊബേൽ നാടകത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ കൗതുകകരമായ വാർത്തയെക്കുറിച്ച് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വർഷങ്ങളായി കൊതിച്ചിരുന്ന ആ ഒരു പുരസ്കാരം ഒടുവിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. അതെ, നൊബേൽ സമാധാന സമ്മാനം. ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സംഗതിയിൽ അല്പം ട്വിസ്റ്റ് ഉണ്ട്. ട്രംപിന് നേരിട്ട് നൊബേൽ ലഭിച്ചതല്ല, മറിച്ച് മറ്റൊരാൾ തനിക്ക് ലഭിച്ച നൊബേൽ മെഡല് ട്രംപിന് സമ്മാനമായി നൽകിയതാണ്. വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കുരീന മച്ചാഡോയാണ് തന്റെ നൊബേൽ മെഡൽ ട്രംപിന് കൈമാറിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് നൊബേൽ സമ്മാനം എന്ന് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലം മുതൽക്കേ ഇതിനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ വെനസ്വേലയിൽ നിന്നുള്ള ഒരു ധീര വനിത തന്റെ കയ്യിലുണ്ടായിരുന്ന നൊബേൽ സമാധാന പുരസ്കാരം ട്രംപിന് കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. ഇത് വെനസ്വേലൻ ജനതയുടെ വക താങ്കൾക്കുള്ള സമ്മാനമാണ് എന്നാണ് അവർ പറഞ്ഞത്. സംഗതി കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ചാണ് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് നൊബേൽ വിതരണം നടന്നത്. വെനസ്വേലയിൽ നിന്ന് മഡൂറോയെ തുരത്താൻ ട്രംപ് കാണിച്ച മിടുക്കിന് പകരമായിട്ടാണ് മച്ചാഡോ ഈ സ്വർണ്ണ മെഡൽ ട്രംപിന് കൈമാറിയിരിക്കുന്നത്. പിന്നെ ഒട്ടും വൈകിയില്ല, ട്രംപ് ഉടൻ തന്നെ ട്രൂത്ത് സോഷ്യലിൽ കയറി തന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. മരിയ എത്ര നല്ലവളാണ്, എനിക്കുള്ള അംഗീകാരമായി അവർ അവാർഡ് തന്നു എന്നൊക്കെയാണ് ട്രംപിന്റെ അവകാശവാദം. പീസ് ത്രൂ സ്ട്രെങ്ത് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇതിനെ നമുക്ക് പീസ് ത്രൂ ഗിഫ്റ്റ് എന്നല്ലേ വിളിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ചാണ് ചരിത്രപരമായ ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. 2025 നൊബേൽ സമാധാന പുരസ്കാര ജേതാവായ മരിയ കുരീന മച്ചാഡോ ട്രംപിനെ സന്ദർശിച്ചു. വെനസ്വേലയിലെ ഏകാധിപതിയായിരുന്ന നിക്കോളാസ് മഡൂറോയെ പുറത്താക്കാൻ അമേരിക്കൻ സൈന്യം നടത്തിയ നീക്കത്തിനുള്ള നന്ദിയായിട്ടാണ് അവർ ഈ മെഡല് ട്രംപിന് നൽകിയത്. ഒരു ഗോൾഡൻ ഫ്രെയിമിനുള്ളിൽ വെച്ച ഒറിജിനൽ നൊബേൽ മെഡൽ ആയിരുന്നു അത്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് മാർക്വി ഡി ലഫായറ്റ് എന്ന ഫ്രഞ്ച് ജനറൽ സൈമൺ ബൊലീവറിന് നൽകിയ ചരിത്രപരമായ സമ്മാനത്തോടാണ് അവർ ഇതിനെ ഉപമിച്ചതും. സമ്മാനം കിട്ടിയ ട്രംപ് വെറുതെ ഇരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഉടൻ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം ഈ സന്തോഷം പങ്കുവച്ചു. മരിയ ഒരു അത്ഭുതകരമായ സ്ത്രീയാണ്. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി അവർ എനിക്ക് നൊബേൽ സമ്മാനിച്ചു. ഇതൊരു മനോഹരമായ ആദരവാണ്. താങ്ക് യു മരിയ എന്നാണ് ട്രംപ് കുറിച്ചത്. വർഷങ്ങളായി താൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കൈപ്പിടിയിലായതിന്റെ അല്ലെങ്കിൽ ആക്കിയതിന്റെ ആവേശം ആ വാക്കുകളിലും ഉണ്ടായിരുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അതായത് നമുക്ക് ഒരാൾക്ക് കിട്ടിയ ഒരു ട്രോഫി വേറൊരാൾക്ക് കൊടുക്കാം, പക്ഷേ ടൈറ്റിൽ കൈമാറാൻ പറ്റുമോ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം ഇവിടെ നിൽക്കുന്നുണ്ട്. നോർവേജിയൻ നൊബേൽ കമ്മിറ്റി ഇതിന് കൃത്യമായ മറുപടി എന്തായാലും നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ഒരു നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചാൽ അത് മറ്റൊരാൾക്ക് കൈമാറാനോ, അതായത് ട്രാൻസ്ഫർ ചെയ്യാനോ പങ്കുവെക്കാനോ അല്ലെങ്കിൽ റദ്ദാക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. അതായത് മച്ചാഡോ മെഡൽ ട്രംപിന് നൽകിയെങ്കിലും ഔദ്യോഗിക രേഖകളിൽ ഇപ്പോഴും നൊബേൽ ജേതാവ് മരിയ മച്ചാഡോ തന്നെയാണ്. മെഡൽ ഒരു സ്വർണ്ണലോഹം എന്ന നിലയിൽ കൈമാറാം, പക്ഷേ നൊബേൽ ലോറേറ്റ് എന്ന പദവി ട്രംപിന് ലഭിക്കില്ല. അതായത് ഒരു സിം കാർഡ് പോലെ ഒരാളുടെ പേരിൽ നിന്ന് വേറൊരാളുടെ പേരിലേക്ക് നൊബേൽ മാറ്റാൻ പറ്റില്ല മിസ്റ്റർ എന്ന് നൊബേൽ കമ്മിറ്റി പറഞ്ഞു. ഇനിയുള്ള ചോദ്യം, എന്തിനാണ് മച്ചാഡോ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്നുള്ളതാണ്. വെനസ്വേലയിൽ മഡൂറോ പോയെങ്കിലും കാര്യങ്ങൾ അത്ര ശാന്തമല്ല. ട്രംപ് നിലവിൽ വെനസ്വേലയുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് മഡൂറോയുടെ കൂടെ ഉണ്ടായിരുന്ന ഡെൽസി റോഡ്രിഗസിനാണ്. അത് മച്ചാഡോയ്ക്ക് അല്പം തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റാനും വെനസ്വേലയുടെ ഭരണം പിടിക്കാനുമുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയാണ് ഈ നൊബേൽ സമ്മാനത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. അപ്പോൾ സംഗതി വ്യക്തമാണ്. ഔദ്യോഗികമായി കിട്ടിയാലും ഇല്ലെങ്കിലും ട്രംപ് ഇപ്പോൾ തന്റെ നൊബേൽ മോഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. നൊബേൽ ലോറേറ്റ് എന്ന ടൈറ്റിൽ പേരിനൊപ്പം ചേർക്കാൻ കഴിയില്ലെന്ന് കമ്മിറ്റി പറയുമ്പോഴും വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ ഡെസ്കിന് മുകളിൽ ഇപ്പോൾ ആ തിളങ്ങുന്ന മെഡലുണ്ട്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു വൻ വിജയമാണ്. ഔദ്യോഗികമായി ലഭിച്ചില്ല എങ്കിലും ഒവൽ ഓഫീസിലെ ഡെസ്കിന് മുകളിൽ വയ്ക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഒറിജിനൽ നൊബേൽ മെഡൽ കിട്ടിയിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നൊബേൽ ജേതാവ് തന്റെ പുരസ്കാരം മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിക്ക് ഇങ്ങനെ സമ്മാനിക്കുന്നത്.
മെഡൽ വേണമെങ്കിൽ ട്രംപിന് ഷോക്കേസിൽ വയ്ക്കാം, പക്ഷെ നൊബേൽ ജേതാവ് എന്ന് പേരിന് മുന്നിൽ വെക്കണമെങ്കിൽ മച്ചാഡോയുടെ അനുവാദം മാത്രം പോരാ, കമ്മിറ്റിയുടെ സമ്മതം കൂടി വേണം. എന്തു തന്നെയായാലും ട്രംപിന്റെ ആ ആഗ്രഹം തൽക്കാലം പൂവണിഞ്ഞു എന്ന് പറയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.